പോസ്റ്റൽ ബാലറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസോട് കൂടിയാണ്. P-1 പോളിംഗ് ദിവസം -1, അതായത് തലേ ദിവസം വരെ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ, ഡിസ്പാച്ച് സെന്ററിൽ അവർക്ക് വോട്ട് ചെയ്യാം. അതാണ് സൗകര്യമുള്ളത്. കൃത്യമായിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻ. അത് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപ് അവതരണം ചെയ്തിട്ടുള്ളത്. അത് ഓരോരോ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസറാണ് ഇതിലുള്ള അതോറിറ്റി. അവർ ബൈ ചാൻസ് എല്ലാ രേഖകളും കൊടുത്തിട്ടാണോ, ഫോം 12 കൊടുക്കുന്ന സമയത്ത് അതിൽ എല്ലാ റെക്കോർഡ്സ് കൊടുത്തിട്ടാണോ അവർ പറയുന്നത്, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും റിജക്ട് ചെയ്തപ്പെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിട്ടുള്ളതെന്നുള്ളത് ഇൻഡിവിജ്വൽ കേസസ് ഇൻഡിവിജ്വൽ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ അവർ ടേക്കപ്പ് ചെയ്യണം ആസ് പെർ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് ലോ. അത്രേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്റിൽ വരുന്നുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അതാത് മണ്ഡലങ്ങളിൽ ഡ്യൂട്ടിക്ക് ആളുകൾ നിയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ്? അതെ, ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പോസ്റ്റൽ ബാലറ്റ്സിലെ ഒരു ഡിസ്ക്ലെയിമറിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്ലീസ് റീഡ് ദ ഡിസ്ക്ലെയിമർ. നിങ്ങൾ ഒരു ഡിസ്ക്ലെയിമർ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. എല്ലാ ഡിസ്ക്ലെയിമേഴ്സിലും വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 1,35,000 സംതിങ് പോസ്റ്റൽ ബാലറ്റ്സ് ഓഫ് വോട്ടേഴ്സ് ആൻഡ് ഇലക്ഷൻ ഡ്യൂട്ടിയിലെ EDC ഉള്ള ആൾക്കാർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവർ അവിടെ പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് EVMസിലെ. അത് എത്ര കണക്കാണെന്നുള്ളത് കൃത്യമായിട്ട് ഫോം 17C അത് ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. അതെല്ലാം കൃത്യമായിട്ട് അത് വായിക്കണം. ഒരു മിസ്ഇന്റർപ്രിറ്റേഷന് വേണ്ട. കാരണം നിങ്ങൾ മുഖാന്തരമാണ് എല്ലാ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് പോകുന്നത്. പ്ലീസ് ഡു നോട്ട് മിസ്ഇന്റർപ്രറ്റ് എനിത്തിങ്, ബിക്കോസ് ദിസ് വിൽ ഹാവ് സീരിയസ് റെപ്പർക്കഷൻസ് ഓൺ എവറിത്തിങ് ദാറ്റ് വി ആർ ടോക്കിംഗ്. ഇതിലെ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. കൃത്യമായിട്ട് ഡേറ്റ നമ്മൾ കൊടുക്കുകയും നമ്മുടെ ഡിസ്ക്ലെയിമർ എല്ലാം കൃത്യമായിട്ട് കൊടുത്ത ശേഷം, ഇപ്പോൾ ഈ പ്രസ് കോൺഫറൻസിന് ശേഷം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. കാരണം ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കൺഫ്യൂഷൻസ് ഉറവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 4 ദിവസം എന്തുകൊണ്ടായത് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ആള് തൊട്ടടുത്ത നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് പോളിംഗ് ഡ്യൂട്ടി വരാറുണ്ട്. അതാത് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ആൾക്കാർക്ക് പോളിംഗ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഉറവാക്കിക്കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ പറഞ്ഞല്ലോ. അതിപ്പോ നമ്മള് പോളിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പോളിംഗ് സ്റ്റാഫിനെ നമ്മൾ നിയോഗിക്കും. അതിലെ കുറെ ആൾക്കാർ അന്നത്തെ ദിവസം എക്സംഷൻ ചോദിച്ചിരിക്കും. അതിന് പകരം മറ്റൊരാൾ പോയിരിക്കും. സോ അങ്ങനെയുള്ള കണക്കിലെ ഡീറ്റെയിൽസ് എല്ലാം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിലാണ് ഉള്ളത്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ലെവലിൽ ഉള്ള ഡേറ്റ ആണ്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസേഴ്സിന്റെ കയ്യിലായിരിക്കും. കാരണം അത് നമുക്ക് എത്ര വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അത് ബന്ധപ്പെട്ട ജില്ലാ ഉദ്യോഗസ്ഥരും പിന്നെ അങ്ങനെയുള്ള, കാരണം അത് സ്റ്റാറ്റിക് ആയിരിക്കത്തില്ല, അത് ഡൈനാമിക് ആയിരിക്കും. കുറെ ആൾക്കാർ വരും, കുറെ ആൾക്കാർ വരത്തില്ല, അതിന് പകരം മറ്റൊരാളുണ്ടാവും. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം അത് ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറുടെ കയ്യിലുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഡേറ്റ സ്റ്റേറ്റ് ലെവലിലുള്ള ഡേറ്റ ആണ്. പിന്നെ കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തിനും ഒരു ഡിലേ വരാത്ത രീതിയിലെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. മറ്റൊരു ആക്ഷേപം കമ്മീഷനെതിരെ ഉയരുന്നത് ഈ പോളിംഗ് ഡേ, ഈ 9-ാം തീയതിക്ക് തൊട്ട് മുൻപത്തെ ദിവസം, ഈ 8-ാം തീയതി
ചില ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് ഡ്യൂട്ടി വന്നു. അപ്പോൾ അവർക്ക് നേരത്തെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാനോ ഈ വോട്ട് അവരുടെ വോട്ട് അവകാശം വിനിയോഗപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. അവർക്ക് എന്ത് ബദൽ ക്രമീകരണം? ഇല്ല, ഇപ്പോൾ താങ്കൾ ഒരു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇലക്ഷനുടെ റൂൾസ്, റെഗുലേഷൻസ്, ആക്ട്സ് ആൻഡ് എവറിത്തിങ് അനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻ, ലീഗൽ റിക്കോഴ്സ് ഇസ് ദ ഓൺലി പോസിബിലിറ്റി. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമല്ലേ കമ്മീഷൻ നിഷേധിക്കുന്നത്? നമ്മൾ ആർക്കൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു കേസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അതൊരു ജനറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ബന്ധപ്പെട്ട ആരോമാരുടെ മുൻപ്, കാരണം അവരുടെ വോട്ട് അവിടെയാണല്ലോ, എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ പോയിട്ട് അവർ ചോദിക്കേണ്ടി വരും. ഓൾറെഡി 3 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ ഈസിയായിട്ട് ഇൻഡെക്സ് കാർഡ് നമുക്ക് എത്ര ദിവസം കൊണ്ട് പ്രതീക്ഷിക്കാം? അത് വോട്ടിംഗ് അല്ല, അത് കൗണ്ടിംഗ് കാണിട്ട് 2 ദിവസത്തിനകം കിട്ടും. കൗണ്ടിങ്ങിന് ശേഷമാണ് ഇൻഡെക്സ് കാർഡ് വരാൻ പോകുന്നത്. പോലീസ് ഡ്യൂട്ടിക്ക് പോയതല്ലേ 1000-ഓളം പോലീസുകാർക്ക് അവർക്ക് പോസ്റ്റൽ ബാലറ്റ് പ്രൊസീജിയർ തുടങ്ങും മുമ്പ് അവര് ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് വരുന്നത്. ഇല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലെ ഒരു സംവിധാനമില്ല. അതുപോലെ തന്നെ പുറത്ത് ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോസ്റ്റൽ ബാലറ്റ് അയക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല, എക്സെപ്റ്റ് ഫോർ സർവീസ് വോട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മുടെ ഒബ്സർവേഴ്സ് കൂടി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇലക്ഷൻ കമ്മീഷണർ ടേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും. അത് ഇതുവരെ അങ്ങനെ ഒരു ഇതില്ല, ഒരു പ്രൊവിഷൻസ് നിലവിലില്ല.